സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസായി BR ഗവായ് സ്ഥാനമേറ്റെടുക്കുമ്പോൾ ആദ്യമുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരിക്കും അത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാറിനെ അയോഗ്യനാക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അതൊരു ഹർജിയായി തന്നെ നിലനിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജ്ഞാനേഷ് കുമാറിനെ നിയമിക്കുന്ന കൊളീജിയത്തിൽ അംഗമായിരിക്കണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ ഏകപക്ഷീയ നടപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. ആ കമ്മിറ്റിയിൽ നിന്നും രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. കാരണം ആ രീതിയിൽ മാത്രമേ പ്രതിഷേധമറിയിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട്, കൈകടത്താനുള്ള അവകാശവുമുണ്ട്. അത് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പാർലമെന്റ് അടച്ചുപൂട്ടാൻ വരെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്ന് പാർലമെന്റിലെ തന്നെ പ്രതിനിധിയായ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിനപ്പുറം മറ്റൊന്നില്ല. ഇന്ത്യൻ പാർലമെന്റിനോടുള്ള എല്ലാ ആദരവും കൊണ്ട് തന്നെ പറയുകയാണ്. ഈ രാജ്യത്തുള്ള ജനപ്രതിനിധികളിൽ 60% വോട്ട് ഷെയർ കിട്ടിയത് പ്രതിപക്ഷത്തിനാണ് എന്ന അവകാശം അത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നതാണ്. BJP സാങ്കേതികപരമായി സീറ്റുകൾ കൊണ്ട് മാത്രമാണ് അധികാരത്തിലേക്ക് എത്തിയത്. BJPക്ക് കേവല ഭൂരിപക്ഷം പോലും ജനങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഭരണഘടനയെ തന്നെ മാറ്റാൻ 4/3 ഭൂരിപക്ഷം ജനങ്ങളോട് അഭ്യർത്ഥിച്ച നരേന്ദ്രമോദിയെ ജനങ്ങൾ കണക്കിന് കൊടുക്കുകയാണ് ചെയ്തത്. ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നത്. പാർലമെന്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുമ്പോൾ ഇന്ത്യ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ ഒരു മറുപടിയും നടത്തിയിട്ടില്ല. രാജ്യത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഉചിതമായ മറുപടി സൈന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി പറയുമ്പോഴും പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കാതിരിക്കുകയാണ്. 3 ഭീകരരെ വധിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. എന്നാൽ ഇത്രയും നാൾ എന്തുകൊണ്ട് വൈകി എന്നത് ഒരു ചോദ്യമാണ്. ഈ കാര്യങ്ങളിൽ അടിയന്തരമായി പാർലമെന്റ് സമ്മേളനം നടത്തിയില്ലെങ്കിൽ കൃത്യമായും ഇതിന് ഉത്തരം ആഭ്യന്തരമന്ത്രി തന്നെ തരേണ്ടി വരും. ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള പ്രതിപക്ഷത്തിന് അത് ചോദിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധി.